ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. +1 +2 വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ കരിയർ ചേഞ്ചിങ് വീഡിയോ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ SSLC ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ +2 കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, ഏത് സബ്ജക്റ്റ് എടുക്കണം, എന്ത് പഠിക്കണം, ആരാകണം എന്നൊക്കെ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും മുഴുവനായിട്ടും കാണുക. നമ്മൾ എന്തായാലും ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ മേഖലയും നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസും ചാൻസസും ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, SSLC കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ളത് 3-4 വഴികളാണ് പ്രധാനമായിട്ടും, അല്ലാത്തതുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ളത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ആണ്. അപ്പം അതിലെങ്ങനെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ ചേഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ +2 എന്ന് പറയുന്ന ആ ഒരു കോഴ്സ്, നിങ്ങൾ ഇതുവരെ പഠിച്ച സ്കൂൾ എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നീട് കോളേജുകളും ഹയർ സ്റ്റഡീസുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ പ്രധാനമായിട്ടും 4 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പോർഷൻസും അല്ലെങ്കിൽ ഓരോ ഡിവിഷനും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അതിലൊന്നാമത്തേത് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ്. ഞാൻ ഈ പറയട്ടെ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എടുത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഡീറ്റെയിൽഡ് പ്ലാനും വേസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വരാം. സോ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. ഇവർക്ക് എന്തൊക്കെയാണ് ചാൻസ്? നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിലുള്ളത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. +2 കഴിഞ്ഞവർക്ക്, ഓക്കെ, അതായത് പ്രധാനമായിട്ടും PCM സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ എടുത്തവർക്കാണെങ്കിൽ BTechന് ജോയിൻ ചെയ്യാം. BTechന് JEE അല്ലെങ്കിൽ കീം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുസാറ്റിന്റെ മറ്റ് എൻട്രൻസ് എക്സാമുകൾ ഉൾപ്പെടെ എഴുതിക്കൊണ്ട് അതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BTech BE കേരളത്തിൽ തന്നെ നല്ലൊരു സീറ്റിൽ പഠിക്കാമെന്നുള്ളതാണ്. അതല്ല എങ്കിൽ NDA +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് NDA. പ്രധാനമായിട്ടും സയൻസ് എടുത്തവർക്ക് മുൻഗണന നൽകുന്ന ഒരു എക്സാം കൂടിയാണ്, അല്ലാത്തവർക്കുമുള്ള സ്ട്രീമുകൾ ഉണ്ട്. അപ്പോൾ NDA എഴുതി ഡയറക്റ്റ് NDA ജോബിൽ ഡിഫൻസ് അക്കാദമിയിൽ ആർമി ഓഫീസർ, നേവി ഓഫീസർ, എയർഫോഴ്സ് ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ +2 ലെവലിലുള്ള NDA ആണ് ഞാൻ ഈ പറയുന്നത്. ദെൻ BTech BEയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി മേഖലകളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ, ഇലക്ട്രിക്കൽ, ഇപ്പോൾ പുതുതായിട്ട് AI റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അതല്ല എങ്കിൽ BTech അല്ലാതെ ഇതേ മേഖലയിൽ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് B പ്ലാനിംഗ് ഓർ B ആർക്ക് എന്ന് പറയുന്നത്. B ആർക്ക് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ആണ്. അതിനും എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും പഠിക്കാൻ അവസരം കേരളത്തിൽ പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഉണ്ട്. ഇനി മെർച്ചന്റ് നേവിയിലും +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഡെക്ക് ആൻഡ് എഞ്ചിൻ ക്യാബിൻ പൊസിഷനുകളിലാണ് അവരെടുക്കുന്നത്. അതല്ല എങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് പോകാൻ പറ്റുന്നത് BSc പ്യൂർ സയൻസ് കോഴ്സുകളിലേക്കാണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി പോലുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോവാം. അതായത് ഡിഗ്രി ഓപ്ഷൻസും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഓപ്ഷൻസും ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ മെഡിക്കൽ റിലേറ്റഡ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നീറ്റ് എന്ന് പറയുന്ന എക്സാം വഴി റിപ്പീറ്റ് ചെയ്തും ഡയറക്റ്റ് ഫസ്റ്റ് വഴിയും നിങ്ങൾക്ക് കയറാം. എന്തിലേക്ക് കയറാം? ഡയറക്റ്റ് നിങ്ങൾക്ക് MBBS കോഴ്സുകളിലേക്കും BDS കോഴ്സുകളിലേക്കും ചേരാവുന്നതാണ്. ദെൻ ആയുഷ്, വെറ്റിനറി പോലുള്ള നീറ്റിന്റെ തന്നെ സബ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ആ രീതിയിലുള്ള BAMS, BHMS, BUMS പോലുള്ള കോഴ്സുകളിലേക്ക്, വെറ്റിനറി സയൻസ് കോഴ്സുകളിലേക്ക് ചേരാം. അതുപോലെ തന്നെ മെഡിക്കലിൽ തന്നെ ഡെന്റലും വ്യത്യസ്തങ്ങളായിട്ടുള്ള MBBS സീറ്റുകൾ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ നേഴ്സിംഗ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് BSc നേഴ്സിംഗ്, BS ഹോണർ നേഴ്സിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി കീം വഴി കയറാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഫാർമസി, B.Pharm എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ 2 വർഷവും 3 വർഷവും ഡ്യൂറേഷൻ വരുന്ന പാരാമെഡിക്കൽ, നമ്മൾ തന്നെ ഓപ്പറേഷൻ ടീം, അതുപോലെ കാർഡിയോളജി, ഡയാലിസിസ്, ഈ പർട്ടിക്കുലർ മേഖലയിൽ തന്നെ +2 കഴിഞ്ഞ ഉടനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കോഴ്സുകളിലേക്ക് പോകാം. ഇതൊന്നുമല്ല എങ്കിൽ ബാച്ചിലർ ഓഫ് ഓക്യുപ്പേഷണൽ തെറാപ്പിയും ബാച്ചിലർ ഓഫ് ഓഡിയോഗ്രാഫി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പോലുള്ള വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡിഗ്രി റിലേറ്റഡ് കോഴ്സുകൾ മെഡിക്കലിനും ഉണ്ട്. BScയിൽ തന്നെ ഈ പറയുന്ന പല സബ്ജക്റ്റുകളിലേക്കും നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ഡിഗ്രിയും എടുക്കാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വന്നതുകൊണ്ട് കൂടുതൽ കോഴ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.
ഇനി പ്രധാനമായിട്ടും പ്രൊഫഷണൽ ആൻഡ് ക്രിയേറ്റീവ് കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആർട്സ് സബ്ജക്ട് എടുത്തവർക്കുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ കൊമേഴ്സുകാരിലേക്ക് വന്നു കഴിഞ്ഞാൽ CA ചാർട്ടേഡ് അക്കൗണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്കും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ CS കമ്പനി സെക്രട്ടറി പോലുള്ള എക്സാമുകൾ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ രീതിയിൽ പോകാം. അല്ലെങ്കിൽ CMA കോസ്റ്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട് CMA ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ധാരണയുണ്ടാക്കി ആ ലെവലിലേക്ക് പോകുന്ന ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലാത്ത ഗവൺമെന്റ് അക്കാദമികളുമുണ്ട്. അല്ലെങ്കിൽ BCom BBA BMS IPM പോലുള്ള കോഴ്സുകളിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ BCom അക്കൗണ്ട്സിൽ ചെയ്യാം, ഫിനാൻസിൽ ചെയ്യാം, ടാക്സേഷനിൽ ചെയ്യാം, IPM ഇന്റഗ്രേറ്റഡ് ആയി ചെയ്യാം, അല്ലാതെയും ചെയ്യാം. കൊമേഴ്സ് പഠിച്ചിട്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം, അതുപോലെ ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. കൊമേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിലവിലുണ്ട്, പ്രത്യേകിച്ച് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലും. ടാലി പോലുള്ള സർട്ടിഫൈഡ് കോഴ്സുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും പിന്നീട് ആ രീതിയിൽ, അതായത് ഡിഗ്രിക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ദെൻ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് LLB അല്ലാത്ത BA LLB 3 ഇയർ കോഴ്സാണ്. അതുപോലെ BBA LLB BCom LLB പോലുള്ള നിരവധി കോഴ്സുകൾ ചെയ്യാം. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ നോക്കാം. ഹോട്ടൽ മാനേജ്മെന്റ്, സൈക്കോളജി, ഡിസൈൻ, ഫോറിൻ ലാംഗ്വേജ്, ഇന്റഗ്രേറ്റഡ് BEd BA ആൻഡ് BSc റിലേറ്റഡ്, അതായത് BScയിൽ തന്നെ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് നമ്മുടെ PSc റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഈ പറയുന്ന ആർട്സ് വിഷയങ്ങളിൽ നിന്ന്, ഹിസ്റ്ററിയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് സബ്ജക്ട്സ്, ജിയോഗ്രഫി പോലുള്ള സബ്ജക്ട്സിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് PSCയുടെ അപ്പർ ഹാൻഡ് നേടിയെടുക്കാനും നിങ്ങൾക്ക് ഇത്തരം സബ്ജക്ട്സ് പഠിക്കുന്നതിലൂടെ പറ്റും. ഇനി ഇതൊന്നുമല്ലാതെയുള്ള ഹയർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ ഞാൻ പറയുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ വരും. ഞാൻ ഈ പറഞ്ഞതിനും അപ്പുറമുള്ള എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc BSc പ്ലസ് MSc വരുന്നതാണ്. സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻസ് ആണ്. ഓണ്ടർപ്രണർഷിപ്പ്, അതായത് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് കാര്യങ്ങളാണ്. മർച്ചന്റ് നേവി ഓഫീസറാണ്. ആനിമേഷൻ ആൻഡ് VX എയർ ഹോസ്റ്റസിന് പഠിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിരവധി ബാധ്യതകളാണ് തുറന്നിട്ടിരിക്കാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എന്താണ് നിങ്ങളുടെ ഡിസിഷൻ? തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റക്ക് ആണോ? കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാംസ് ഇപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് വരും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തും.